എടുത്തോണ്ട് പോടാ പട്ട. ഒരു സിറ്റി പോലീസ് കമ്മീഷണർ, തൃശ്ശൂരെ കമ്മീഷണർ പറയുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ 50-50ഓളം ആനകൾ പങ്കെടുക്കുന്ന തൃശ്ശൂർ പൂരം. എണ്ണം എനിക്ക് കൃത്യം അറിയില്ല. എന്താ പോലും ആനകൾക്ക് തീറ്റ കൊടുക്കാനുള്ള പനമ്പട്ടയും കൊണ്ടുപോകുമ്പോൾ അത് തടയുകയാണ്. അപ്പോൾ കൂടി നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ആനകൾക്ക് വിശന്ന പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ഇയാൾ പറയുന്നു എടുത്തോണ്ട് പോടാ, ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ അങ്കിത് അശോക് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഈ പോലീസ് ഓഫീസർ, എന്തായിരുന്നു അയാളുടെ മനസ്സിലിരിപ്പ്? അത് ഭരണകൂടത്തിൻ്റെ മനസ്സിലിരിപ്പാണ് പോലീസ് കമ്മീഷണർമാരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരാറുള്ളത്. ഭരണകൂടം എന്താഗ്രഹിക്കുന്നു അത് ഇവർ മനസ്സിൽ സ്വാംശീകരിക്കുകയും അത് അവരുടെ നാവിലൂടെ പുറത്തു വരികയും ചെയ്യും. ഈ എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ പറഞ്ഞില്ലെങ്കിൽ മന്ത്രി കെ രാജൻ പറയും, അല്ലെങ്കിൽ VS സുനിൽകുമാർ പറയും. ആനയ്ക്കുള്ള തീറ്റയാണ്, ആയിക്കോട്ടെ എന്ന്. എന്തായാലും ആന വരണ്ടാലോ? ആന വരണ്ടു, അത് തന്നെ. അതോടെ പൂരം അവസാനിപ്പിക്കാം, അടുത്ത വർഷം പൂരം വേണ്ടാന്ന് വയ്ക്കും. അതാണ് അവരുടെ ആവശ്യം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഹിന്ദു ഉത്സവങ്ങൾ. അതിലാൾ കൂടി വരുന്നു, അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരുടെ ആൾക്കാരും കൂടെ അതിനകത്ത് പോകുന്നു, ഈശ്വരവിശ്വാസികളായിട്ട് മാറുന്നു, ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നു, പലതും ചെയ്യുന്നു. നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ പോയപ്പോൾ ഓർക്കാതെ തൊഴുതുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ശാസിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ പോയത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അവിടെ പോയപ്പോൾ ആ വിളക്ക് കാണുന്നിടത്താണോ കൃഷ്ണൻ എന്നൊക്കെ ചോദിച്ചത്. അതിലൊരു പുച്ഛഭാവം ഉണ്ടല്ല. അതാണോ ആ നിൽക്കുന്ന ആളാണോ ഇങ്ങനെയുള്ള, അതാണ് മുഖ്യമന്ത്രി കാണിച്ചത്. ഹിന്ദു സമാജത്തിന് ഇതിൽ വലിയ വിഷമമൊന്നുമില്ല, അവർക്ക് സന്തോഷമേ ഉള്ളൂ. രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ ഈ സാനിറ്റൈസർ പോലെ തീർത്ഥം ഉപയോഗിച്ചു. അറിവില്ലായ്മയാണ് കേട്ടോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു റിച്വൽസിനെ പറ്റി യാതൊരു അറിവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഉത്സവങ്ങൾക്ക് 2 പോർഷനുണ്ട്. ഒന്ന് അതിൻ്റെ റിച്വൽ, വേറൊന്ന് അതിൻ്റെ ഒരു കാർണിവൽ എന്ന് പറയുന്ന. ഇപ്പോൾ ആറാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ദേവൻ പുറത്തിറങ്ങി അമ്പലക്കുളത്തിൽ കുളിച്ച് തിരിച്ച് കയറി പോകുന്നു. അതാണ് അതിൻ്റെ റിച്വൽ പാർട്ട്. അതിൻ്റെ കൂടെയുള്ള എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, ആന, ചെണ്ട, കലാപരിപാടി, കൊല്ലം സാംബശിവൻ്റെ കഥാപ്രസംഗം, ഈ പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ കാർണിവൽ പാർട്ട്. ഇപ്പോൾ ഈ കാർണിവൽ പാർട്ടിൽ മാർക്സിസ്റ്റുകാർ കടന്നുകൂടി അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ അതിൻ്റെ നിയന്ത്രണം വരെ അവർ ഏറ്റെടുത്തുമൊക്കെ ചെയ്തു. റിച്വൽ പാർട്ടി ഇവർക്ക് അറിഞ്ഞുകൂടാ, ഈ വാക്കുകൾ പോലും അറിഞ്ഞുകൂടാ. തീർത്ഥം അറിയില്ല, പ്രദക്ഷിണം അറിയില്ല, ആ കൂട്ടുപായസം, വെറുതെ പായസം എന്ന് പറഞ്ഞാൽ പോലെ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. പ്രദക്ഷിണം അതെന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അപ്രദക്ഷിണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമസ്കാരമുണ്ടാവും തിരിച്ചറിയാൻ പറ്റുന്നില്ല, എന്തിനാണെന്നറിയത്തില്ല, തിടപ്പള്ളി എന്താണ്, ഇതൊന്നും അവർക്കറിയില്ല. ക്ഷേത്ര സംബന്ധമായ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ പോലും അവർക്കറിയില്ല, അറിയണമെന്നുമില്ല. കാരണം അതിനെ കണ്ടിട്ടല്ല അവർ വരുന്നത് ഈ സ്വത്ത് കണ്ടിട്ടും ഈ കാർണിവൽ പോർഷൻ്റെ നിയന്ത്രണത്തിലും അതിൽ ബിസിനസ്സും പൈസയൊക്കെയാണല്ലോ, ഇത് കണ്ടിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ദേ ഹാവ് നോ റെസ്പെക്റ്റ് ഓർ റിഗാർഡ് ഫോർ ദ റിച്വൽ പാർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആനയെ കൊണ്ടുപോയി നിർത്തുന്നു, അതിന് പാട്ടകൾ ഇപ്പോൾ കൊടുക്കണ്ട. ആനയ്ക്ക് വിശന്നല്ല, ആനയ്ക്ക് വിശന്ന് ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ആനയെ പുറത്തിറക്കിയിട്ട് ശാപ്പാട് വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ബിക്കോസ് അവരെ സമയത്തോളം ഇറ്റ്സ് എ ട്രിവിയൽ മാറ്റർ. ഇയാൾ ഈ കമ്മീഷണർ കഴിഞ്ഞ പ്രാവശ്യം ഇയാൾ ഇതേ പ്രശ്നം ഉണ്ടാക്കും, നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയിട്ട് തൃശ്ശൂർ പൂരം ഒരു പ്രശ്നമാണ്, ഒരു പൊതുശല്യമാണ് എന്ന് വരുത്തി തീർക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ഹൈക്കോടതി അവരിവരൊക്കെ കൂടിയിട്ട് ഈ സാധനം അങ്ങ് ഇല്ലാതെയാക്കും. തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാവുന്ന മാക്സിമം ആളുകളുടെ എണ്ണം തീരുമാനിക്കും. 250 പേര്, അത് മതി. എലഞ്ഞിത്തറ മേളം, ശരി, ഒരു 3 ചെണ്ട, പുറകിൽ 3 വീക്ക് ചെണ്ട, 3 നിലത്താളം മതി. അല്ല, അത് കൊമ്പും കുഴലും വെക്കണം. കൊമ്പ് ഒരെണ്ണം, കുറുങ്കുഴലിൻ്റെ ആവശ്യമില്ല. എന്താ ഇതിൻ്റെ സത്യത്തിൽ സുനിൽ ആലോചിച്ച് നോക്ക്, ഈ കുറുങ്കുഴലിൻ്റെ ആവശ്യം എന്താ ചെണ്ടമേളത്തിൽ? അതിൻ്റെ ഒച്ച പോലും പുറത്ത് കേൾക്കില്ല. എന്നാൽ ഈ ആശാന്മാരെ ഏറ്റവും മുമ്പിൽ നിന്ന് വലിയ കാര്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് കേൾക്കും. സാമാന്യ ബുദ്ധിക്ക് നോക്കി എന്താ ഇതിൻ്റെ ഒച്ചയും കേൾക്കുന്നില്ല, ഇയാൾ എന്ത് സംഗീതമാണ് ഈ വായിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇടയ്ക്ക് ഇയാളിങ്ങനെ കുനിയുമ്പോഴത്തേക്കും മേളത്തിൻ്റെ സ്വഭാവം മാറും. വാട്ട് ഈസ് ഹിസ് ഫങ്ഷൻ?
ഈ മേളത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ കുറുങ്കുഴലുകാരാണ് എന്നുള്ള സംഗതി ഇവർക്കറിയില്ല. നമ്മൾ അതൊരു ജനറൽ നോളജായിട്ട് വയ്ക്കുന്നു. അങ്ങനെയാണോ രുചി? അതെ. യു ആസ്ക് എനി CPM മാൻ എന്തിനാണ് ചെണ്ടമേളത്തിൽ കുറുങ്കുഴൽ? അല്ല, എനിക്കും അറിയാം. കുറുങ്കുഴലിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാറില്ല. കേൾക്കുമോ? അതിലൊക്കെ ഏറ്റവും മേലെയാണ് ചെണ്ടയുടെ ശബ്ദം. 18 വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്നാണ് പ്രമാണം. ആ ചെണ്ട വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-18 വാദ്യം അതിന് താഴെ നിൽക്കുള്ളൂ. 18 ഒരുമിച്ച് നിങ്ങൾ കൂട്ടിയാൽ പോലും ചെണ്ടയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ചെണ്ടയെ ഓവർടേക്ക് ചെയ്യുന്നത് ഇപ്പോൾ നാസിക് ധോൽ എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരുടെ ആ സാധനം മാത്രമാണ്. കാരണം ഉത്തരേന്ത്യക്കാരുടെ ആഘോഷം അതൊന്നും വേറെ ലെവലാണ്. സ്ഫോടനമാണ് അടിക്കുമ്പോൾ. അത് ഈ ഹിന്ദുവിൻ്റെ ചില റീജിയണൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശബരിമലയെ ഒരു ഇടിവെട്ട് ക്ഷേത്രമാക്കി മാറ്റിയത് തമിഴന്മാരാണ്, മലയാളികളല്ല. മലയാളികളുടെ പാട്ട് നോക്ക്. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ, ശാന്തമായിട്ടുള്ള പൊങ്ങാണ്. അതിലൊരല്പം വ്യത്യാസം വരുത്തിയത് ജയവിജയ വന്നപ്പോഴാണ്. ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ ഫാസ്റ്റാക്കി. പക്ഷെ തമിഴന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോഴോ അവരാണ് ഈ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കന്നത്തെ, എന്തായുള്ള പേര്? സൗന്ദരരാജനല്ല, അത് വീരമണി. സൗന്ദരരാജൻ വീരമണിയേക്കാളും റേഞ്ചുള്ള ആളാണ്. പക്ഷേ സൗന്ദരരാജൻ അപ്പോഴത്തേക്ക് മരിച്ചിരുന്നു, TM സൗന്ദരരാജൻ. വീരമണിയുടെ ഈ പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ കിടിലൻ പാട്ടല്ലേ, മന്ത്രസ്ഥായിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, പിന്നെ എടുക്കുന്നത് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. അപ്പോഴാണ് സംഗതി കൊഴുത്തത്. ഇതാണ് ഈ ഉത്സവങ്ങളുടെ പ്രത്യേകത. അതിൻ്റെ റേഞ്ച് അവർ മാറ്റിക്കളയും ഓരോ വിഭാഗക്കാർ. ചാക്കോ ഉണ്ടായിരുന്നു ഇവിടെ മൂവാറ്റുപുഴയിൽ, ഈ ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേളയിൽ പള്ളിക്കെട്ട് പാടുന്ന. കേരളം മുഴുവൻ തരംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട്. അസാമാന്യമായ പാട്ടാണ്. മരിച്ചു കിടക്കുന്നവൻ പോലും എണീറ്റ് അയ്യപ്പനെ ഒന്ന് തൊഴുതിട്ട് ഞാൻ ചത്തേക്കാന്ന് പറഞ്ഞ് വീണ്ടും ചാവും. ചത്തുപോയല്ലോ. അതുകൊണ്ട് ഇത് കേട്ടാൽ മരിച്ചവൻ എണീക്കും. ആ നിലയിലേക്ക് കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ സാധ്യമല്ല. പിന്നെ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ അലമ്പാക്കുക. ആ പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, മറ്റൊന്നും സകല ഉത്സവവും അലമ്പാക്കുക. അല്ല, ഹൈക്കോടതി വിധിയുണ്ട് അവിടെ ചെരുപ്പിടാൻ പാടില്ല എന്ന്. പോലീസുകാർ മുഴുവൻ ചെരുപ്പിട്ട് കയറി, VIP കയറി. പക്ഷേ TG, എൻ്റെ സംശയം, ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെ ശബരിമല കണ്ടു നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്. ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അതിക്രമങ്ങൾ, അതിനുശേഷം തൃശ്ശൂരത്ത് കാണും. കേരളത്തിലെ ഹിന്ദു സമൂഹം ഇതൊന്നും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഹിന്ദു സമൂഹത്തിന് ഇതില്ല, ഒരു സമാജബോധമില്ല. ഇൻഡിവിജ്വൽ ഭക്തന്മാരാണ്. 1,00,000 ഹിന്ദുക്കൾ കൂടും. പക്ഷേ അവർ നേരിട്ട് ഓരോരുത്തരും ദൈവവുമായിട്ടാണ് കണക്ഷൻ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് കണക്ഷനില്ല. ഇതാണ് ഒരു സമാജമായിട്ട് ഹിന്ദു പെരുമാറുന്നില്ല. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുറഞ്ഞത് ഒരു 10 വർഷം മുമ്പ് ഞാൻ അറിഞ്ഞത് 7 ലക്ഷം സ്ത്രീകൾ പൊങ്കാലയിട്ടു. ആറ്റുകാൽ ക്ഷേത്രം ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം സ്ത്രീകൾ തെരുവിലിറങ്ങും? 7 പേര് ഇറങ്ങില്ല. ഇതറിയാണ് അപ്പുറത്ത് നിൽക്കുന്നവർക്കറിയാം. സമാജബോധമില്ലാത്തവരാണ് ഹിന്ദുക്കൾ. സർക്കാരിനും കമ്മ്യൂണിസ്റ്റും ഈ സമാജബോധം ഉണ്ടാക്കുന്നവരെ പലപ്പോഴും ഹിന്ദുവിൻ്റെ ശത്രുക്കൾ എന്നവർ തെറ്റിദ്ധരിക്കുകയും ഹിന്ദുക്കൾ തന്നെ. അത് എനിക്ക് അനുഭവമുണ്ട്. ഈ ശബരിമലയിൽ ഇവർ കയറുന്നില്ല, നമ്മളുടെ രഹ്ന ഫാത്തിമ, വേറൊരു അർത്തങ്കൽ തോന്നുന്ന ലൂസി, ഇവരൊക്കെ അഹിന്ദുക്കളാണ്. അഹിന്ദുക്കളായതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലാത്തവരാണ്. അപ്പോൾ അത് ഞാൻ ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു. വാവരസ്വാമി അയ്യപ്പൻ്റെ നെഞ്ചിലായിരിക്കുന്നത്, മര്യാദയ്ക്ക് ഈ പെറ്റീഷൻ വിഡ്രോ ചെയ്യുന്നുണ്ടോ? എൻ്റെ വക്കീൽ പറഞ്ഞു ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല, എന്താണെന്ന് ചോദിച്ചോളാം. അങ്ങനെ ഡിസ്മിസ് ചെയ്തില്ല. ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. പക്ഷേ അത് അജിറ്റേറ്റ് ചെയ്യാൻ നിർവാഹമില്ല. കാരണം ഈ ശബരിമലയുടെ സപ്പോർട്ടേഴ്സ്, സ്ത്രീകളെ കയറരുതെന്ന് പറയുന്നവർ ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് അവരിത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്ത് വിശാല ബെഞ്ചിൽ പോയി. ഈ ആക്ട് ശബരിമലയ്ക്ക് ബാധകമല്ല, മറ്റ് ഇതിന് ബാധകമാണ്. അങ്ങനെ ശബരിമലയിൽ അഹിന്ദുക്കൾക്ക് കയറാം എന്നിവർ വാദിച്ചു തുടങ്ങി. സ്ത്രീകളെ തടയുന്നവർ വാദിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് KT ജലീൽ കയറിയപ്പോൾ ഇവർക്കൊരു വിഷമമില്ലല്ലോ.
എൻ്റെ മകൾ കയറുമ്പോഴാണ് വിഷമം ശബരിമല ടീമിന്. എൻ്റെ മകൾ കയറാൻ പാടില്ല, കാരണം അവൾ ചെറുപ്പം മുതൽ ദൈവഭക്തിയും സംഗതിയും സന്ധ്യാനാമവും ഒക്കെ ആയിട്ട് ഞാൻ വളർത്തിയ ആണ് എൻ്റെ കുട്ടിയെ. അതിനെ കയറ്റില്ല, കയറ്റിയാൽ മുട്ടുകാല് തല്ലി കൊടുക്കും. KT ജലീൽ സ്വാഗതം സുസ്വാഗതം. ഇത് ഈ സമാജബോധം ഇല്ലാത്തതിൻ്റെ തെളിവാണ്. ഐ ആം അക്യൂസിങ് മൈ കമ്മ്യൂണിറ്റി ഓഫ് നോട്ട് ഹാവിങ് ദിസ് കോമൺ കോൺഷ്യസ്നെസ് അബൌട്ട് യുവർ റൈറ്റ്സ് ആസ് എ സൊസൈറ്റി, നോട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ നോക്കൂ, ഹിന്ദു തത്വചിന്ത അത് നമ്മൾ ചുരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഒരമ്പലമുണ്ട്, എല്ലാവരുടെയും ശരീരത്തിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നില്ലേ, ഞാൻ വസിക്കുന്നത് നിൻ്റെ ശരീരത്തിലാണ്, നിൻ്റെ ഹൃദയത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ തത്വമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വീട്ടിൽ ഒരു ഫോട്ടോ പോലും വയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഹൃദയത്തിലതുകൊണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ തത്വചിന്തയെ ഒരു അപഹാസ്യമായ തലത്തിലേക്ക് ചുരുക്കി, അമ്പലം വേണ്ട, ആനയും വേണ്ട, കരി വേണ്ട, കരിമരുന്ന് വേണ്ട, ഒന്നും വേണ്ട, ഓൾ ദീസ് തിങ്സ്. ഇതിനൊക്കെ ഒരു ഫങ്ഷനുണ്ട്. ആണ്ടിലൊരിക്കലെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കൂടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതെ വടക്കുന്നാഥന് ഈ വെടിക്കെട്ട് കണ്ട് എന്ത് ചെയ്യാൻ? ഇതിലും വലിയ വെടിക്കെട്ടാണ് വടക്കുന്നാഥന്. അവിടെ നിന്ന് ആ കണ്ണ് തുറന്നാലുണ്ടല്ല, ആ നെയ്ക്കുന്ന് നെയ്മല ഒന്നിടിഞ്ഞിട്ട് ആ മൂന്നാം കണ്ണ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിലും ഭീമാകാരമായ വെടിക്കെട്ട് നടക്കും. തൃശ്ശൂർ എന്ന് പറയുന്ന നഗരം കത്തിയിരിക്കും ആ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ വെടിക്കെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വെടിക്കെട്ടിൻ്റെ ആവശ്യം സമാജത്തിനാണ്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കും. അതുണ്ടാക്കാനും കൂടിയുള്ളതാണ് ഉത്സവങ്ങൾ. അയ്യപ്പൻ കോള് എന്ന് പറയുകയില്ല. അയ്യപ്പനറിയാം, അയ്യപ്പനെ വെച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കും പലരും. ക്രിസ്ത്യാനികൾ ഹിന്ദുവായിട്ട് മാറും. ഒരു കടയിട്ടിട്ട് അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചൊരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വാടകയ്ക്ക് ഒരു ഹിന്ദുവിനെ താനൊന്ന് കൗണ്ടറിൽ ഇരിക്കടോ, ഞാൻ ഓർക്കാപ്പുറത്ത് എൻ്റെ ഭാര്യയെ പേര് വിളിക്കും. അപ്പോൾ അത് അപകടം വരാതിരിക്കാൻ ഇയാൾ കൗണ്ടറിൽ ഇരുന്ന് ഇയാൾ ഭസ്മൊക്കെ പൂശി കൗണ്ടറിലിരുന്നു കച്ചവടം. ആ ശബരിമല സീസണിൻ്റെ കൊയ്ത്ത് പരിപ്പ് വട 150 രൂപ, ഉഴുന്നുവട 200 രൂപ എന്നൊക്കെ പറഞ്ഞ് വിറ്റ് കാശ്. ഇതാണ് അയ്യപ്പൻ കോള്. ഇത് അയ്യപ്പൻ പെർമിറ്റ് ചെയ്യാണ്. ശരി, കുറച്ച് എന്നെ വെച്ചിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയോ നിങ്ങളെയൊക്കെ തന്നെ കാശാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ ഉഴുന്നുവട 250 രൂപയ്ക്ക് വാങ്ങി കഴിക്കും, വിശപ്പല്ലേ, അത്ര വലിയ തിരക്കുമാണ്. അപ്പോൾ ഇത് ജനങ്ങൾ 10 പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്നും കൂടെ ഈ ഉത്സവത്തിൽ ചിന്തയുണ്ട്. അവിടെ കച്ചവടം നടക്കും, നിലവിളക്ക്, വേപ്പ് വെട്ടി, ചെമ്പ്, അത് ഇത് ഒരുപാട്. പള്ളുരുത്തിയിൽ പുലവാണിപ്പം എന്ന് പറയും, പുലയ സമുദായക്കാരുടെ പ്രോഡക്ട്സ്, പാചകം, ഭരണി, അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് സാധനം. ഇപ്പം പുലയ സമുദായം പോയിട്ട് സകല സമുദായം വന്നിട്ട് അവിടെ പള്ളുരുത്തിയിൽ കച്ചവടത്തോട് കച്ചവടമാണ്. അമ്പലത്തിൽ പോയി തൊഴാനല്ല വാസ്തവത്തിൽ പോകുന്നത്. സ്ത്രീകൾ ഇങ്ങനെ പറയും, പള്ളുരുത്തി ഉത്സവം വരട്ടെ അപ്പം മേടിക്കാം, പള്ളിപ്പുറത്ത് പെരുന്നാൾ വരട്ടെ അപ്പം മേടിക്കാം. ചേർത്തലയിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ് പള്ളിയുണ്ട്. അവിടെ ഈ കച്ചവടത്തിൻ്റെ വലിയ സെൻറ്ററാണ് പണ്ട് മുതൽ. എല്ലാവരും കാത്തിരിക്കും. ആ പള്ളി പെരുന്നാളിന് തൊഴാനോ പിടിക്കാനോ ഒന്നുമല്ല. എൻ്റെ അമ്മയൊക്കെ പെരുന്നാൾ വന്നിട്ട് വേണം ഒരു കൊട്ട മേടിക്കാൻ. നല്ല കൊട്ട നെയ്ത് കൊണ്ടുവരും, അവിടെ വില കുറഞ്ഞ് കിട്ടും ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ളൊരു പർപ്പസാണ്. ഒരു സൊസൈറ്റിയിൽ ബിസിനസ് നടക്കണം, അതിൻ്റെ പ്രോഡക്ട്സ് വിൽക്കണം, അതിനൊരു സ്ഥലം വേണം. ഇതെല്ലാം ഈ ഉത്സവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾ ദീസ് ആർ കാർണിവൽ പോർഷൻ. ഉത്സവത്തിൻ്റെ ഭാഗമാണ്. റിച്വലിൻ്റെ ചടങ്ങുകളുടെ ഭാഗം വേറെ. ഈ ചടങ്ങുകൾ മുടങ്ങാതെ നടത്തുക എന്നുള്ളത് ഉത്സവ കമ്മിറ്റിക്കാരുടെയും പോലീസിൻ്റെയും ഒക്കെ ചുമതലയാണ്. മറ്റെന്ത് ഇടാകൂടം സംഭവിച്ചാലും ശരി, ഈ കാര്യം മുടങ്ങാതെ നടക്കണം. ഇത് മുടങ്ങി എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. അതെ അതെ. പക്ഷേ അവിടുത്തെ നമ്മുടെ കേരളത്തിൽ ഹിന്ദുവിന് വലിയ വേദനയൊന്നും ഉണ്ടായിട്ട് എനിക്ക് കാണുന്നില്ല. അങ്ങനെ പോയാൽ അടുത്ത വർഷം പൂരം നടക്കുമോ? ഈ ഹിന്ദുവിന് വേദനയോ ഉണ്ടാകുന്നതേ പെട്ടെന്നൊന്നുമല്ല. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഭീകരമായിട്ട് തിരിച്ചടിക്കും ഹിന്ദു, അതിഭീകരമായിട്ട് തിരിച്ചടിക്കും. അപ്പം പിന്നെ വർഗീയവാദിയാണ് തേങ്ങയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വരെ ഹിന്ദുവായിട്ട് പെരുമാറി തുടങ്ങും. അപ്പോൾ ഇവർ ഞെട്ടിപ്പോകും.
പണ്ട് ഗുജറാത്തിൽ ഒരു ഞെട്ടിയതാണ്. കാരണം ഗുജറാത്തിൽ ഈ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും ഏറ്റവും കരുത്തരായിട്ട് നിന്നതും ഗുജറാത്തിലെ ആദിവാസി വിഭാഗമാണ്. ഇവർ നിങ്ങൾ ദളിത്താണ്, മറ്റവർ ബ്രാഹ്മണരാണ്, അവരുടെ പോയി പണി നോക്കടാന്ന് പറഞ്ഞു. ഇവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല, അവനെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന്. പക്ഷേ കാര്യത്തോടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, ഹിന്ദു എല്ലാം കൂടെ ഒന്നായിട്ട് അങ്ങ് പെരുമാറി. അതും ദളിത് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും മുമ്പിൽ. ഇപ്പോൾ വലിയ വാരിയേഴ്സായിട്ട് നിന്ന് യുദ്ധം ചെയ്തത് അവരാണ്. പക്ഷെ നമ്മുടെ പൂരം ഇങ്ങനെ അനുകൂലപ്പെട്ടപ്പോൾ ഹിന്ദു അതുപോലെ ഒന്നായി നിൽക്കുന്ന ഒരു സമയമല്ലേ ഇത്? നിൽക്കേണ്ട സമയമാണ്, അത് നിൽക്കുകയും ചെയ്യും. അത് ഈ ആ മൊമെൻറ്റ് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇപ്പോൾ ഒരു മൊമെൻറ്റ് നമ്മുടെ മുന്നിലുണ്ട്. എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞവനെയൊക്കെ പട്ടടയെ വെക്കാൻ പറ്റുന്ന ഒരു സമയമാണ് 26-ാം തീയതി. അത് വോട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? വോട്ട് തീർച്ചയായിട്ടും വോട്ടൊരു ഘടകമാണ്. പക്ഷേ വോട്ട് മാത്രം ഘടകമാക്കി വെച്ചാൽ നിങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്ന ഹിന്ദു യൂണിറ്റി, കമ്മ്യൂണിസ്റ്റ് ഹിന്ദു, കോൺഗ്രസ് ഹിന്ദു, BJP ഹിന്ദു, ജനതാദൾ ഹിന്ദു, ഇവരൊക്കെ ഒന്നിക്കുന്ന ഒരു മൊമെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, അല്ലാതെ തൃശ്ശൂർ കുഴപ്പമുണ്ടായി അപ്പോൾ പിന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാം. ശരി, സുരേഷ് ഗോപി വോട്ട് ചെയ്തു, സുരേഷ് ഗോപി ജയിച്ചു. തൃശ്ശൂർ പൂരത്തിൽ പിന്നെ ഈ കുഴപ്പം നടക്കും. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ കുഴപ്പം അവസാനിക്കണമെങ്കിൽ ഈ കോൺഗ്രസ് ഹിന്ദുവും കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും BJP ഹിന്ദുവും ഒക്കെ ഒന്നാവണം. പക്ഷെ അപ്പോഴും TG സുരേഷ് ഗോപി എങ്ങാനും ജയിച്ചു വന്നാൽ അങ്ങനെ അല്ലടാ എന്ന് തിരിഞ്ഞു നിന്ന് പറയാൻ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവും. ഉണ്ടാവും. അതിപ്പോൾ തന്നെ ആളില്ല. ഇപ്പം തന്നെ സുരേഷ് ഗോപി അത് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെയാണ് കേരള ഹൈക്കോടതിയുടെ ഒരു റോൾ ഞാൻ കാണുന്നത്. കേരള ഹൈക്കോടതി പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സിയോ മോട്ടോ ഒരു കേസ് എടുക്കേണ്ടത്. ഒരു ദേവസ്വം ബെഞ്ചൊക്കെ ഉണ്ട് നമുക്ക്. കാരണം ദേവസ്വം ബെഞ്ച് എന്ന് പറയണ്ട, ദേവസ്വം ബെഞ്ച് ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. ദേവസ്വം കേസുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് ഒരു ഡിവിഷൻ ബെഞ്ചിലേക്ക് ആ കേസുകൾ വിട്ടു. അതിനെ പൊതുവിൽ അങ്ങനെ വിളിക്കാറുണ്ടാവില്ല. ദേവസ്വം ബെഞ്ചിനും മറ്റ് ബെഞ്ചുകൾക്കൊക്കെ ഒരേ അധികാരമാണ്. അതെ, അപ്പോൾ കോടതിയിൽ ഏത് ജഡ്ജിക്കും ഈ പത്രവാർത്തയുടെ പേരിൽ ഒരു അത് റിട്ട് പെറ്റീഷനായിട്ട് പരിഗണിച്ചിട്ട് അങ്ങനെ ചെയ്ത് ധാരാളം ചരിത്രമുണ്ട്. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൽ ഹിന്ദു പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. മലബാർ ദേവസ്വം ബോർഡിലെ പൂജാരികളുടെ കാര്യം മഹാകഷ്ടമാണ്. മാസ ശമ്പളം അവരുടെ 5 രൂപയും 5 പറന്നെല്ലുമാണ് ഒരു മാസം അവർക്ക് കൊടുക്കുന്നത്. ഈ റിപ്പോർട്ട് കണ്ടിട്ട് അത് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ടെടുത്ത് മലബാർ ദേവസ്വം എന്ന് പറഞ്ഞാൽ 1991 എൻ്റെ ഓർമ്മ, ഒരു ഡീറ്റെയിൽ ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് ബാലനാരായണ മേനോനും PK ബാലസുബ്രഹ്മണ്യനും. അതിനകത്ത് എങ്ങനെ മലബാറിലെ ഹിന്ദു ദേവസ്വങ്ങൾ സ്വത്തില്ലാതെയായി എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കരഞ്ഞു പോകും നമ്മൾ ആ വിധി കണ്ടു കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അത് എന്തോ ചില്ലറ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഹൈക്കോടതിക്ക് ദേ ഹാവ് അൺലിമിറ്റഡ് പവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 226 ടു എൻറ്റർ ഇൻ ടു ദിസ് ടൈപ്പ് ഓഫ് പബ്ലിക്. കാരണം തൃശ്ശൂർ പൂരം മുടങ്ങി, അതാണ് സംഭവിച്ചത്. അതിൻ്റെ അവസാന ചടങ്ങായ വെടിക്കെട്ടും മുടങ്ങുമായിരുന്നു, എക്സെപ്റ്റ് ഫോർ സുരേഷ് ഗോപി. സുരേഷ് ഗോപി സ്കോർ ചെയ്തത് അവിടെയാണ്. തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യം. ഇത് ഡിസ്പ്യൂട്ടുണ്ടായി, നാശനഷ്ടമുണ്ടായി, ചില ചടങ്ങുകൾ പോരായ്മയുണ്ടായി, ഒക്കെ ഉണ്ടായെങ്കിലും സുരേഷ് ഗോപി പറഞ്ഞു നമുക്ക് അവസാനത്തെ ചടങ്ങായ വെടിക്കെട്ട് അതൊരു റിച്വലും കൂടെയാണ്, കാർണിവൽ മാത്രമല്ല. അതെ, റിച്വൽ പ്ലസ് കാർണിവലാണ്. എലഞ്ഞിത്തറ മേളം റിച്വൽ പ്ലസ് കാർണിവലാണ്. ഈ കാർണിവലിൻ്റെ ഉള്ളിൽ ഒരു റിച്വലുണ്ട്, ആറാട്ട് എന്ന് പറയുന്ന റിച്വൽ. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ കഥാപ്രസംഗം, നാടകം, കഥകളി അതൊക്കെയുള്ളത്. അപ്പോൾ ഇതുപോലെ വെടിക്കെട്ട് എന്ന് പറയുന്നൊരു റിച്വലാണ്. ആ റിച്വൽ വലിയ ആഘോഷമായി കഴിയുമ്പോൾ കാർണിവലായി മാറുന്നു. അപ്പോൾ സുരേഷ് ഗോപി ആർഗ്യൂ ചെയ്തു ഈ റിച്വലൂടെ നമ്മൾ ഇതിപ്പോൾ സമയത്ത് ഇത്രയായി, അപ്പോൾ തിരുവമ്പാടിയും പാറമേക്കാവും വെടിക്കെട്ട് വീഴ്ചു, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു. കമ്മീഷണർ ഈ അങ്കിത് അശോക് പറഞ്ഞു, ലുക്ക്, ഈ എക്സ്പ്ലോസീവ് കൊണ്ടുവന്ന് നിരത്തി കഴിഞ്ഞാൽ അത് ഇത്ര മണിക്കൂറിനകം പൊട്ടിക്കണമെന്നാണ് ചട്ടം. പൊട്ടിച്ചില്ലെങ്കിൽ അത് വെള്ളമൊഴിച്ച് നിർവീര്യമാക്കണം. ഞാൻ ഉച്ചയ്ക്ക് 12 മണി വരെ വെയിറ്റ് ചെയ്യും. പൊട്ടിക്കേണ്ടവർക്ക് പൊട്ടിക്കാം. 12 മണിക്ക് ഫയർഫോഴ്സിനെ വിളിച്ച് വെള്ളം ചീറ്റിച്ച് ഞാനിത് കംപ്ലീറ്റ് നിർവീര്യമാക്കും. ഐ വിൽ ഗോ ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതായിരുന്നു ഈ മഹാബാബയുടെ സ്റ്റാൻഡ്.
അയാൾ അതിനു മുമ്പ് ഈ റൂൾസും റെഗുലേഷനൊന്നും ഇല്ലായിരുന്നു അയാൾക്ക്. അതിൻ്റെ അയാൾ തീരുമാനിച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അയാളുടെ റൂൾസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലീസ് ഡിസൈഡ്. പോലീസിന് അത് അങ്ങനെ റൂൾസ് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വലിയൊരു സമ്മേളനവും സംഗതി നടക്കുന്നു, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ തിരിച്ചുവിടാൻ അവർക്ക് അവകാശമുണ്ട്. അതിനവർക്ക് വേറെ അപ്രൂവലോ അതൊന്നും എടുക്കണ്ട. ആ സിറ്റുവേഷൻ നോക്കിയിട്ട് അപ്പം തന്നെ ഒരു വയർലെസ് കോൺടാക്ട് ചെയ്യും, സാർ സംഗതി ഔട്ട് ഓഫ് കൺട്രോൾ പോകും, നമുക്ക് ഈ റോഡ് ബ്ലോക്ക് ചെയ്താലോ. ബ്ലോക്ക് ചെയ്താൽ ഒരു 3 കിലോമീറ്റർ കൂടുതൽ ഓടണമെന്നേ ഉള്ളൂ, അതിലൂടെ പോയിട്ട് മെയിൻ റോഡിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ബ്ലോക്ക് ഇറ്റ്. ദിസ് ഈസ് റൂൾ. അതിനുള്ള അവകാശം അവർക്കുണ്ട്. ബട്ട് ഇത് കാണിച്ചത് ധാർഷ്ട്യമായിരുന്നു. ഐ ആം ദ ബോസ് എന്ന് കാണിക്കാനായിട്ട്. പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചു, ഇല്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കും എന്നൊക്കെയുള്ള പറച്ചിൽ. ഇത് തിരുവാമ്പാടിയും പാറമേക്കാവും ഈ ധാർഷ്ട്യത്തിന് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. സുരേഷ് ഗോപി ഈ 3 പേരുടെയും, ഈ കമ്മീഷണറുടെയും തിരുവാമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കൈയും കാലും പിടിച്ചിട്ട് നമുക്ക് അവസാനത്തെ ചടങ്ങായ വെടിക്കെട്ടും കൂടെ നടത്തണം. നേരം വെളുത്തരോ ആയിക്കോട്ടെ, നേരം വെളുത്തു, ശരി സമ്മതിച്ചു, ബട്ട് ആ വെടിക്കെട്ട് നടത്തണം. അത് കാരണം അത് റിച്വലിൻ്റെ ഒരു ഭാഗമാണ്. സുരേഷ് ഗോപിക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാം. റിച്വലും കാർണിവലും തമ്മിലുള്ള വ്യത്യാസം സുരേഷ് ഗോപിക്ക് അറിയാം. അതുകൊണ്ട് റിച്വൽ ഹാസ് ടു ബി റിച്വൽ. അതേസമയം റിച്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു കഥന മാത്രമായിട്ട് പൊട്ടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരറ്റത്ത് തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ 18 നിലയിൽ ഇത് പൊട്ടിയല്ലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 18 നിലയിൽ അതങ്ങ് പൊട്ടിച്ചു. പകൽ സമയത്ത് 7 മണിയായി. അപ്പോൾ 7 മണിക്ക് ഒന്നും കാണാനുണ്ടായിരുന്നില്ല, പുകയും ശബ്ദവും മാത്രം. അപഹാസ്യമായിരുന്നു. എന്നാൽ പോലും റിച്വൽ വാസ് കംപ്ലീറ്റ്. അതാണ് സുരേഷ് ഗോപി ചെയ്ത വലിയൊരു സേവനമായിട്ട് തൃശ്ശൂരുകാരും മലയാളികളും മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപി അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും മാത്രമല്ല, സുരേഷ് ഗോപി വാസ് ത്രെട്ടൻ ബൈ ദ കളക്ടർ. കളക്ടർ സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് പറഞ്ഞു, കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിലുണ്ട് എന്ന് ഓർക്കണം. ഈ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇതും തമ്മിൽ എന്താ ബന്ധം? ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിലുണ്ട്, അതുകൊണ്ട് ഒരു വീട് തീ പിടിച്ചാൽ സുരേഷ് ഗോപിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു അമ്പലം തീ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിലിടപെട്ടുകൂടി. ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് കണ്ട് പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ ശരിയാണ്. കോഡ് ഓഫ് കോണ്ടക്റ്റിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ല, നമ്മളുടെ സ്വരാജിൻ്റെ കേസ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രത്യേക മൂർത്തിയെ കാണിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്ലിപ്പ് വിതരണം ഇങ്ങനെയൊക്കെ ചെയ്താലേ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനമാകുന്നുള്ളൂ. അല്ലാതെ നിന്നെ ദൈവം ശപിക്കൂടാ എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്റ്റ്, ഓ ദൈവനാമത്തിൽ, ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാജ പ്രചരണമാണ്. ഇതിലൊന്നും പെടരുത്. യു ഹാവ് എവരി റൈറ്റ്, എവരി കാൻഡിഡേറ്റ് ഹാസ് ഗോട്ട് എവരി റൈറ്റ് ടു ഇൻ്റർഫിയർ ഇൻ പൂരം. ഒരു പ്രശ്നവുമില്ല. അത് ഇവർ ചെയ്തില്ല. രാജനും ചെയ്തില്ല, സുനിൽകുമാറും ചെയ്തില്ല. രാത്രി 2:45 മുതൽ സുരേഷ് ഗോപി അവിടെയുണ്ട്. സുനിൽകുമാർ വരുന്നത് 4:15 മണിയായപ്പോഴാണ്. 5:30ക്കാണ് രാജൻ വരുന്നത്. മന്ത്രിയാണ്. തൊട്ടപ്പുറത്ത് ആലത്തൂർ രാധാകൃഷ്ണനുണ്ട്. തിരിഞ്ഞു നോക്കിയില്ല, ദേവസ്വം മന്ത്രിയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, അവരുടെ കീഴിലാണ് വടക്കുന്നാഥ ക്ഷേത്രം. ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇത്രയും വലിയ പ്രശ്നം. ആഫ്റ്റർ ആൾ ഈ പൂരത്തിൻ്റെ സെൻറ്റർ ആരാ? വടക്കുന്നാഥനല്ലേ. വടക്കുന്നാഥൻ്റെ മുമ്പിൽ വന്നിട്ടില്ലേ ഈ മഠത്തിൽ വരവും അതും ഇതും ഒക്കെ നടക്കുന്നത്. ഇതിന് സാക്ഷിയായിട്ട് വടക്കുന്നാഥൻ നിൽക്കുന്നു. വടക്കുന്നാഥനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇവരകത്തേക്ക് പോകുന്നത്. പിന്നെ തെക്കോട്ടിറക്കും. ഈ പരിപാടി മുഴുവൻ വടക്കുന്നാഥൻ്റെ അധ്യക്ഷതയിലാണ്. ആ വടക്കുന്നാഥൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ്. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? വന്നിട്ടില്ല. ഈസ് ഇറ്റ് നോട്ട് ക്രൂവൽ? ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ, അങ്ങേർക്കൊരു ഉത്തരവാദിത്വം. തൊട്ടപ്പുറത്ത് ആലത്തൂരുണ്ട് രാധാകൃഷ്ണൻ. ഒന്ന് തിരിഞ്ഞു നോക്കാം. അവരുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു പൂരം തകർക്കുക. പൂരം പോയി പണി നോക്കാൻ പറ പൂരം. അതെ ഇതായിരുന്നു. ഏതായാലും കേരളത്തിൽ ഹിന്ദുവിന് ഏറ്റ അതിമാരകമായ അടിയാണ് തൃശ്ശൂർ സംഭവിച്ചത്. തീർച്ചയായും. ഈ അങ്കിത് അശോകനെ ഒരിക്കലും ഒരു ഹിന്ദുവും മറക്കരുത്. ഒരു കാര്യം കൂടെ പറയണം കേട്ടോ, ഇതിൽ ഹിന്ദു സമാജം മാത്രമല്ല, ഇതിൽ ദുഃഖമുള്ള ക്രിസ്ത്യാനികളും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഈ റിച്വൽ പാർട്ട് അവരെ ബാധിക്കുന്നില്ല, ബട്ട് കാർണിവൽ പാർട്ട് അവരെയും ബാധിക്കുന്നു. സകലരെയും ബാധിക്കുന്നതാണ് കാർണിവൽ പാർട്ട്. അത് മുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, വെറും കാണികളായ ആളുകൾക്കുണ്ടാക്കുന്ന നിരാശ, ബിസിനസ് നടത്തുന്നവർക്കുണ്ടാകുന്ന പൈസ കിട്ടിയില്ല എന്നുള്ള നിരാശ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. മഹാപാപമാണ് ഈ നടന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, ഹൈക്കോടതി ഇതിലിടപെടണം ഉടൻ തന്നെ. എന്നിട്ടേ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ഏതായാലും എനിക്ക് വലിയ നിരാശയുണ്ട്. എൻ്റെ വോട്ട് തൃശ്ശൂരായിരുന്നില്ല. തൃശ്ശൂരാണെങ്കിൽ ഞാൻ ഇതിനുവേണ്ടി ഹിന്ദുക്കൾക്കേറ്റ ഈ അപമാനത്തിനെതിരെ ഞാൻ വോട്ട് ചെയ്യുമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.